Hello everyone, welcome back to my channel. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ലൊരു വെയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കാൻ വന്നതാണ്. ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഒരു 9 മണിയായി കാണും. ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഒരു 8:30 മണി ആയതേ ഉള്ളൂ. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വെയിൽ വന്നപ്പോൾ ചെടികൾക്കൊക്കെ ഒരു ഉന്മേഷമായിട്ടുണ്ട്. വെയിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ചെടികളൊക്കെ കാണാൻ. അതൊക്കെ നോക്കി നിന്നിട്ട് അകത്തേക്ക് പോയപ്പോൾ ഉമ്മത ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ അനിയത്തിക്ക് കോളേജ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ലഞ്ച് ബോക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ അമ്മ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കേ. ഹൈറമോൾ ഇതാ നല്ല ഉറക്കത്തിലാണ്. രാവിലെ ഇതുപോലെ കുറച്ച് നേരം സുഖമായിട്ട് തൊട്ടിലിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. ഇത് ഇന്നലത്തെ ഹാനിയുടെ പണിയാണ്. അവളിതുപോലെ എല്ലാം വിരിച്ചിട്ടാലും അതെല്ലാം വാരി ഇങ്ങനെ താഴെ ഇടും. അങ്ങനെ അതൊക്കെ ഞാൻ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ ഞാൻ എഴുന്നേൽക്കുമ്പം തന്നെ എൻ്റെ അനിയത്തി പോയിട്ടുണ്ടാവും. ഒരു 10 മണിയൊക്കെ ആവും ഞാൻ എഴുന്നേൽക്കുമ്പം. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ അനിയത്തി ആ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷൂറാക്ക് ഉണ്ടെങ്കിൽ പോലും ചപ്പലൊക്കെ ഇതുപോലെ ഇതിൻ്റെ അടിയിലിട്ടാലേ അവൾക്ക് സമാധാനമാവുള്ളൂ. എന്നും രാവിലെ ഇതാ ഇവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇതാ കോളേജിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അവൾ. എൻ്റെ അനിയത്തിയുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ 2 ഹെൽമെറ്റ് എടുത്തിട്ടുള്ളത്. 9:30 ക്ലാസ് തുടങ്ങുമെങ്കിൽ ഇവിടെ ഇറങ്ങുമ്പോൾ 9:15 കഴിയും. പിന്നെ ഇവിടെ അടുത്താവുകൊണ്ട് തന്നെ പെട്ടെന്ന് കോളേജ് എത്തും. പിന്നെ നമ്മളവിടെ ഒരു നെല്ലിമരം ഉണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് അതിൽ വന്ന പൂക്കളെല്ലാം തൊഴിഞ്ഞു പോയിട്ടുണ്ട്. മഴ വരുമ്പോൾ നമ്മൾ മുറിക്കാറാണ് പതിവ്. അതാകുമ്പോൾ പുതിയ തിളിർപ്പ് വരുമല്ലോ. പക്ഷേ ഇന്ന് ഒരുപാട് പൂ നിൽക്കണതുകൊണ്ടാണ് മുറിക്കാത്തത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഇന്ന് ഉപ്പുമാവായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതാ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നേ. ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒന്നും ഇല്ലാതെ നമ്മളെന്ത് കഴിക്കാനല്ലേ. എനിക്ക് ഉപ്പുമാവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും വേണം, കട്ടൻ ചായയും വേണം. അങ്ങനെ ഞാൻ ഇതും എടുത്തുകൊണ്ട് കഴിക്കാതിരിപ്പുണ്ട്. അപ്പോഴേക്കും ഉമ്മ അവിടെ കട്ടൻ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതും ഉപ്പുമാവിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വെയിൽ കണ്ടപ്പോൾ തന്നെ ഉമ്മതാ തുണികളൊക്കെ കൊണ്ട് പുറത്ത് വിരിക്കുന്നുണ്ട്. വെയിലടിച്ച് ഉണങ്ങിയാലേ അതിനൊരു സുഖമുള്ളൂ. അങ്ങനെ കൊണ്ട് വിരിച്ചിട്ടുണ്ടായിരുന്നേ. അത് വിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞില്ല, തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ വിരിച്ച തുണികളെല്ലാം തിരിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലത്തെ വെയിൽ കണ്ടാൽ ഇങ്ങനെ മഴ പെയ്യുമെന്നേ പറയൂല. ഹാനി ഹയറി നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ അത് ചെയ്യുന്നതാണ്. അപ്പോഴേക്കും എൻ്റെ ഹാനി മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. എഴുന്നേറ്റ് ഇതുപോലെ കുറച്ച് അവളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. അങ്ങനെ ഇരുന്ന് കളിക്കുന്നതാണ്. രാവിലെ അവൾ എന്താണോ പറയുന്നത് അതിനൊപ്പം നിന്ന് കൊടുത്തിട്ട് വേണം അവൾക്ക് ഫുഡ് കൊടുക്കാൻ. എന്നാലും അവളൊന്ന് ഓക്കെ ആവുള്ളൂ. പിന്നെ ഹൈറമോളും അപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ട്. ഹാനിയുടെ സൗണ്ട് കേട്ടാൽ ഉടനെ തന്നെ ഹൈറയും എണീക്കും. അങ്ങനെ ഹാനിയമ്മക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു കളിയാണ് പതിവ്. ഇപ്പോൾ സെറ്റിയുടെ മുകളിൽ കയറി നിൽക്കാൻ ശ്രമിച്ചതാണ്. അതിൻ്റെ ഇടയിൽ കുരുങ്ങിപ്പോയി. അങ്ങനെ എന്നെ വിളിക്കുന്നതാണ്. തിരിച്ചിറങ്ങാനും വയ്യ കയറാനും വയ്യാത്തുള്ള അവസ്ഥയിൽ എന്നെ വിളിക്കുന്നതാണ് ഇറക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇറക്കി കൊടുത്തിട്ട് പറഞ്ഞ് നേരായ വഴിയിൽ കയറാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കയറി നിൽപ്പുണ്ടേ അവൾ. ഇതുപോലെ കയറി നിന്നതിന് ശേഷം നമ്മളെയൊക്കെ ഇങ്ങനെ പേടിപ്പിക്കും, വഴക്ക് കുറയും. അതൊക്കെ ഒരു രസമാണ്. അങ്ങനെയാണ് അവൾ ചെയ്യുന്നത്. പിന്നെ ഒളിച്ചും കളിക്കുന്നുണ്ട്. അവളെ ആരും കാണൂലെന്നാണ് അവളെ വിചാരം. അതിനുശേഷം ഹാനിയെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നതാണ്. ഞാൻ നോർമൽ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ തേച്ച് ഒരു 15 മിനിറ്റെങ്കിലും ഞാൻ നിർത്താറുണ്ട്. അപ്പോഴേക്കും അടുത്ത കളിയാണ്. ബാഗും തൂക്കിക്കൊണ്ട് അവൾ എവിടെയോ പോകുന്നെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഹൈറമോളെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അവൾ ആ സമയത്ത് സുഖം ഉറക്കമാണ്. ഇനി കുറച്ച് നേരം ഇങ്ങനെ കിടന്നോളും. ഹാനിമോളെ കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, സുന്ദരിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ രണ്ടുപേരും എപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ട്. പുറത്ത് പൂച്ചയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നോക്കി ഞാനും ഹാനിമോളും കൂടെ കുറച്ച് നേരം നമ്മുടേതായ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഇതുപോലെ എല്ലാത്തിൻ്റെയും മുകളിൽ കയറുന്നതാണ് അവളെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ചില സ്ഥലത്തൊക്കെ അത് സേഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയാറില്ല. ഇങ്ങനെ കയറി നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് ഡേഞ്ചർ ആണെന്ന് തോന്നുമ്പോൾ വഴക്ക് പറയുമല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഹായ് തരുന്നതാണ് ഇത്. 2 പൂച്ചകൾ ഇവിടെ എപ്പോഴും വന്ന് കിടക്കാറുണ്ട്. വെയിലും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ഹാനിയും കൂടെ കുറച്ച് നേരം ഒന്ന് പുറത്ത് നടക്കാനിറങ്ങി. ഉമ്മ വീണ്ടും തുണിയൊക്കെ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. മഴ പോയപ്പം വെയിലടിക്കുമ്പം കൊണ്ട് വിരിക്കും, മഴ വരുമ്പോൾ തിരിച്ചെടുക്കും. ഇതാണ് ഇവിടെ ചെയ്യാറുള്ളത്. അങ്ങനെ ഹാനിയുടെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അവൾക്കിങ്ങനെ പുറത്തിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഈ കളിക്കുന്നിടയിൽ നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുത്താൽ കഴിക്കുമോ? അതും ഇല്ല. അങ്ങനത്തെ കഴിപ്പൊന്നുമില്ല. അവൾ കളിക്കുന്ന സമയത്ത് അവൾ എൻജോയ് ചെയ്ത് കളിക്കുകയാണ് ചെയ്യാറുള്ളത്. അതാണ് അവൾക്ക് ഇഷ്ടം. ഇപ്പോൾ അവിടെ കുറച്ച് ഫിഷ് ഇരിപ്പുണ്ട്. അങ്ങനെ അതിനെ നോക്കുന്നതാണ് ഇത്.
ഞാൻ അത് അകത്തേക്ക് കയറി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറി വരുന്നുണ്ട്. നമ്മൾ വിളിച്ച ഉടനെ വഴിയൊക്കെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത ഫുഡ് കൊടുക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് ഹാനിയെ. ഞാനിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നേ. ഇന്ന് നെത്തോലി മീനാണ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അത് ഫ്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നു, കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലും വെണ്ടയ്ക്ക വീക്ക് വരട്ടി രസമൊക്കെ ആയിട്ട് ഇന്നത്തെ ഫുഡ് കഴിച്ചായിരുന്നേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഹാനിയും കൂടെ കുറച്ച് നേരം പോയി കിടന്നായിരുന്നേ. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ എണീറ്റ് പുറത്ത് ഒന്നുകൂടെ നടക്കുന്നുണ്ട് ഹാനിയ. ഇന്ന് ഈവനിങ് ആയപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാനിയുടെ ഹെയർ കട്ട് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ എൻ്റെ അനിയത്തിയും ഞാനും ഹാനിയും കൂടെയാണ് പോകുന്നത്. ഫോട്ടോ എവിടെ എടുക്കുന്ന കണ്ടാലും അവൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നെടുമങ്ങാട് തന്നെ ഉള്ള റവന്യൂ ടവറിൻ്റെ അകത്തിരിക്കുന്ന ഒരു സലൂണിലാണ് നമ്മൾ വന്നത്. ഇവിടെയാണ് നമ്മൾ സ്ഥിരം വരാറുള്ളത്. ഹാനിയയ്ക്ക് വലുതായിട്ട് മുടിയൊന്നും വന്നിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, പിന്നെ തുമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഹാനിയുടെ മുടിയുടെ കളർ ബ്ലാക്ക് കളറല്ല, വേറൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള മുടിയാണ്. എൻ്റെ ഉമ്മയൊക്കെ പറയും കൊച്ചിലെ എനിക്ക് ഇതുപോലത്തെ മുടിയായിരുന്നു, എല്ലാവരും സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോദിക്കുമായിരുന്നെന്ന്. പിന്നെ വലുതായി വന്നപ്പോഴാണ് ഇതുപോലെ മുടിയുടെ കളർ വന്നത്. എൻ്റെ ഇക്കാക്കും ഇതുപോലത്തെ മുടിയായിരുന്നു ചെറുതിലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇക്കാരെയും പോലത്തെ തന്നെ ഹാനിക്കും വന്നിട്ടുണ്ട് മുടി. അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇവക്ക് മുടിയൊന്നും ഇല്ലല്ലോ, എവിടെയാണ് വെട്ടേണ്ടതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ചേച്ചി, നമ്മളെപ്പോഴും ഇവിടെയാണ് സ്ഥിരം വരാറുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനത്തെ ഹാനിയുടെ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഒരുവിധം ആയിട്ടുണ്ട്. അവളിതാ മിണ്ടാൻ നിൽപ്പുണ്ട്, കരച്ചിലോ ബഹളോ ഒന്നും തന്നെ ഇല്ല. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ചേച്ചി എന്ത് പറയുന്നു അതേപോലെ തന്നെ അവൾ നിന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ അവളെ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് നോക്കി ഹാനിയ നിൽപ്പുണ്ട്. എന്നെ എന്താണ് ചെയ്യുന്നതെന്നാണ് ഹാനിയ നോക്കുന്നത്. അവൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഞാൻ പ്രഗ്നൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ത്രെഡ് ചെയ്യുന്നത്. ഹാനിയ പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും ഇത് നോക്കി കാണുന്നുണ്ട്. ഇത് ഹാനിയുടെ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണേ. ജസ്റ്റ് ഒന്ന് തുമ്പൊന്ന് വെട്ടിക്കൊടുത്തതേ ഉള്ളൂ, വേറെ ഒരു മോഡലും ചെയ്തിട്ടില്ല. അവളിങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അതാ മടിയിൽ പിടിച്ചിരുത്താൻ നോക്കിയിട്ടും അവിടെ ഇരിക്കുന്നില്ല, ഇറങ്ങി ഓടാനാണ് നോക്കുന്നത്. പിന്നെ എൻ്റെ അനിയത്തിക്കൊന്നും ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ അവരിതാ സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം എനിക്കും ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കട്ടിയില്ലെങ്കിലും നല്ല നീളമുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. ഇനി അവിടെ വരുന്നവരത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നേ. അവളെ എല്ലായിടത്തും പെട്ടെന്ന് തന്നെ കൂട്ടാവും. എന്നിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഫാൻസിയിലാണേ വന്നത്. അവിടെ വന്നത് നമുക്ക് മെഹന്തി വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അവിടെയും കയറി മെഹന്തി വാങ്ങിച്ച്. ഇവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പാണ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് റവന്യൂ ടവറിൻ്റെ പുതിയ ബിൽഡിങ്. ഇതിൻ്റെ അകത്താണ് ഇവിടെയുള്ള ഗവൺമെൻറ് ഓഫീസൊക്കെ വരുന്നത്. വീട്ടിൽ വന്നുകൊണ്ട് തന്നെ ഹൈറയുടെ ഫോട്ടോഷൂട്ടാണ് നടത്താൻ പോകുന്നത്. ഇന്ന് ഹൈറയ്ക്ക് 2 മാസം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഷീറ്റ് വിരിച്ചപ്പോൾ തന്നെ എൻ്റെ ഹാനി അതിൻ്റെ പുറത്ത് കയറി കിടപ്പായി. പിന്നെ എങ്ങനെയോ അവളെ ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ചെയ്യാൻ പോയത്. അങ്ങനെ ഹൈറമോക്ക് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വെക്കാൻ പോണ തീം എന്ന് പറയുന്നത് ബോട്ടിൻ്റെ തീം വയ്ക്കാമെന്ന് വിചാരിച്ച്. മഴക്കാലമൊക്കെ അല്ലേ, അങ്ങനെ 2 എന്നൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയായോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ ഇതുപോലൊരു തീം കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ 2 എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഹൈറയ്ക്ക് ഇതുപോലൊരു സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഹൈറമോളത് ഉറക്കി കിടത്തിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിൽ പോയപ്പോൾ 2 ബ്രോസ്റ്ററിൻ്റെ പൗഡേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് കുറച്ച് സാധനം ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ അനിയത്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അനിയത്തി വന്നത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പൗഡറിനെ അവളൊരു ബൗളിലേക്ക് തട്ടുന്നുണ്ട്. എന്നിട്ട് ഇതിൽ മുട്ട പറഞ്ഞിട്ടില്ല, പക്ഷേ അവൾ പറഞ്ഞ് മുട്ട ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരുമെന്ന്. അങ്ങനെ മുട്ടയിൽ ആദ്യം മുക്കി, പിന്നെ പൊടിയിൽ മുക്കി ചിക്കൻ എടുക്കുന്നുണ്ട്. പൗഡറിൽ നമ്മൾ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു, സിമ്പിളായിരുന്നു. അങ്ങനെ ഇത് രണ്ടും ചെയ്ത് അവളത് എല്ലാം വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് താമസമുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് പീസ് ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഹാനിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ലെഗ് പീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവളത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ളതുകൊണ്ട് തന്നെ ഊതിയായിട്ട് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവളിതാ മയണൈസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ബോയിൽഡ് എഗ്ഗും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വിനെഗറൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബാക്കി ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് മയണൈസിലൊക്കെ മുക്കി കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെ കഴിക്കാനും കൂടുതൽ ഇഷ്ടം. പിന്നെ അവൾ ഉണ്ടാക്കിയ മയണൈസ് കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം പച്ച മുട്ട എടുത്തുകൂടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നത് തന്നെ ഞാനും ഹാനിയും കൂടെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വയ്ക്കാൻ വിചാരിച്ച് മുകളിലേക്ക് വന്നതാണ്. ഹൈറമോൾക്ക് തണുപ്പായതുകൊണ്ട് തന്നെ ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ട് കിടത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.